ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണം ചെമ്പായി മാറുന്ന ഒരു വിദ്യ നമ്മുടെ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും കണ്ടുപിടിച്ചു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ പലരും പറയുന്നത് ആ അന്വേഷണം മാത്രം പോരാ. CBI അടക്കമുള്ള ED അടക്കമുള്ള കൂടുതൽ അന്വേഷണ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. സാറിന്റെ അഭിപ്രായം എന്താണ്? ഈ അന്വേഷണ സംഘത്തിൽ സാറിന് വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസവും ഇല്ല. കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള മട്ടിലാണ് സുധാകരൻ ഒഴികെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡ് മന്ത്രിമാർ എന്നും പെരുമാറിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അതത് കാലത്തെ മുഖ്യമന്ത്രിമാരുടെ ഒത്താശയോടുകൂടിയാണ്. കാരണം ശബരിമല എന്നുള്ളതും ദൈവവിശ്വാസം എന്നുള്ളതും സന്നിധാനം എന്നുള്ളതുമൊന്നും ഒരു കാലത്തും അവരുടെ മുൻഗണനാ വിഷയങ്ങൾ ആയിരുന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ നിന്ന് മോഷണം പോയാൽ എന്ത്, അവിടെ തീവെപ്പ് നടന്നാൽ എന്ത് എന്നുള്ളൊരു ഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പണ്ട് C. കേശവൻ പറഞ്ഞതുപോലെ ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞതുപോലുള്ള ഒരു വിശ്വാസം ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവരാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൊള്ള മുതൽ കിട്ടാനല്ലാതെ അതിനെ സംരക്ഷിക്കാനും ആ വിശ്വാസത്തെ പരിരക്ഷിക്കാനും ഒരു കാലത്തും അവർക്ക് ആത്മാർത്ഥതയില്ല. ഇത് നമ്മൾ ചരിത്രത്തിലേക്ക് പരതി നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. MN ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതായത് 1953 ശബരിമലയിൽ ആദ്യത്തെ വിഗ്രഹഭഞ്ജനം നടന്നു. ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. ആ വിഗ്രഹഭഞ്ജനത്തിൽ അവിടെയുണ്ടായിരുന്ന അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചതിൻ്റെ പ്രതീകമായിട്ടുള്ള വിഗ്രഹം, അതായിരുന്നു ആദ്യത്തെ വിഗ്രഹം. അതിൻ്റെ തലവെട്ടി, വിഗ്രഹത്തിൻ്റെ തലവെട്ടി വളരെ പ്രയത്നിച്ച് കല്ലായിരുന്നതുകൊണ്ട് മഴ ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറുകൾ പരിശ്രമിച്ചുകൊണ്ട് ഏതാണ്ട് 4 മണിക്കൂറാണ് അവിടെ അവരതിനു വേണ്ടി ചെലവഴിച്ചത്. അവിടുത്തെ സ്വത്തോ ഒന്നും വേണ്ടില്ല. കാരണം വളരെ പണക്കാരായിട്ടുള്ള എസ്റ്റേറ്റ് മുതലാളിപ്പാർ, കൃത്യമായി പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ എസ്റ്റേറ്റ് മുതലാളിമാരാണ് ആ ക്രൂരകൃത്യം ചെയ്തത്. പണത്തിന് വേണ്ടിയായിരുന്നില്ല. കാരണം ഇങ്ങനൊരു വിശ്വാസം ഇവിടെ വേണ്ട എന്നുള്ള മട്ടിലായിരുന്നു. അതായത് പലസ്തീനിൽ ഒരു അനിസ്ലാമിക സർക്കാർ വേണ്ട എന്ന് പറയുന്ന പോലെ അവരുടെ ഏറിയായി, കുടിയേറ്റ കർഷകരുടെ ഒരു ഏറിയായിട്ട് മാറി. അവിടെ ഒരു ഹിന്ദു വിശ്വാസത്തിൻ്റെ പ്രതിമ വേണ്ട എന്നുള്ള ഒരു തരം ധാർഷ്ട്യം. ഈ ധാർഷ്ട്യം പിൽക്കാലത്ത് നിലയ്ക്കൽ കൊണ്ട് കുരിശു വെച്ചുകൊണ്ടും അവർ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടു. കോടതിയുടെ ഇടപെടലും പൊതുജനങ്ങളുടെ ഇടപെടലും കൊണ്ട്. ഇപ്പം നോക്കൂ എന്താ സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ? അവരുടെ പോപ്പുലേഷൻ കൂടുതലുള്ള പത്തനംതിട്ട ജില്ലയിൽ പോപ്പുലേഷൻ 0 ആണ്, പോപ്പുലേഷൻ ഗ്രോത്ത്. അതേസമയം മൈനസിലാണ്. അല്ല, അതെ, മൈനസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ കഷ്ടമാണ്. ഉള്ളവരൊക്കെ തന്നെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്താണ്. ശക്തി ക്ഷയിച്ച വൃദ്ധ ജനസംഖ്യയുള്ള ഒരു വിഭാഗമായിട്ട് മാറി. മലപ്പുറത്ത് അതേസമയം യുവജനങ്ങളുടെ എണ്ണം ഗംഭീരമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട്, പണത്തിൻ്റെ കൊഴുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ എക്കാലത്തെയും ശത്രുക്കളായിരുന്ന ഇസ്ലാം മതം, ആഗോള ശത്രു, ഇന്ത്യയിലെ കാര്യമല്ല ഞാൻ പറഞ്ഞു, കുരിശുയുദ്ധമൊക്കെ നടന്നതിൻ്റെ കാര്യം പറഞ്ഞു. അവരുടെ ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 2 ജില്ലയാക്കണം. ഇപ്പോൾ അവിടെ MLA-മാരുടെ എണ്ണം കൂടാൻ പോവുകയാണ്. ആൾറെഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്ത ഒരു കുഴപ്പത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ് ഈ സമുദായം എന്ന്. വളരെ കഷ്ടമുണ്ട്. സഹതാപാർഹമായിട്ടുള്ള ഒരു ബലക്ഷയം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അവരാണ് അറബർ എസ്റ്റേറ്റ് മുതലാളിമാരാണ് ഇത് ചെയ്തത്. ഇതിലൊരു മുതലാളി 2 വർഷം മുമ്പ് വെടിയേറ്റ് മരിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, കേശവ മേനോൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ. ആ കമ്മീഷൻ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഗോവിന്ദൻ നായർ മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ. പക്ഷേ അന്നു തൊട്ട് ഇന്നു വരെയുള്ള ഒരൊറ്റ ഗവൺമെൻറ്റും ആ റിപ്പോർട്ട് പുറത്തു വച്ചിട്ടില്ല. കാരണം എന്താ? ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിൽ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവിടെ ഇരിക്കുകയാണ്. കുറച്ച് പുറത്തു വരുന്നതൊക്കെ എക്സ്ക്ലൂസീവുകളായിട്ടും ഇത് അന്വേഷണം നടത്തിയിട്ടുള്ള പത്രപ്രവർത്തകർ കൊണ്ടുവന്നതാണ്. ഇതാണ് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ചുരുക്കം. അന്ന് അവിടെ നടന്നു. അതിന് സമാനമായിട്ടൊന്ന് സംഭവിക്കുന്നത് എന്നും നമ്മൾ അറിയുന്നത്, വളരെ മുമ്പേ സംഭവിച്ചു കഴിഞ്ഞത് ഈ പ്രാവശ്യമാണ്. ഈ വിഗ്രഹത്തിൻ്റെ വാതിൽപ്പാളികൾ, അതിൻ്റെ പുണ്യമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ദ്വാരപാലകന്മാർ,
ഇതിൻ്റെ വാതിൽപ്പാളി തന്നെ, ശബരിമലയുടെ സുരക്ഷിതത്വം നൽകുന്ന വാതിൽപ്പാളിക്ക് മുമ്പിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ വിഗ്രഹം മണിയായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്. കാരണം വിലയം പ്രാപിച്ച ഒന്നാണത്. ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ച ഒന്നാണ്, അത് വിലപ്പെട്ട ഒന്നാണ്. അത് തകർക്കാൻ ശ്രമിച്ചത് മറ്റൊരു. അതിനെ ഇത്തരം നഷ്ടപ്പെട്ടതെല്ലാം കൃത്യമായി കണ്ടെത്താൻ, ഇതിന് പിന്നിൽ ആണെന്ന് കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ട് കഴിയില്ല? അത് അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായതുകൊണ്ട് അവരെല്ലാം കൂടെ വളരെ വ്യക്തമല്ലേ, ഒരൊറ്റ ഉത്തരം മതിയല്ലോ. എന്തിനാ നമ്മൾ അധികം പാടൂർ പടിപ്പുരയ്ക്കൽ വരെ പോകുന്നത്? അന്ന് പ്രസിഡന്റായിരുന്നത്, ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിന് അധ്യക്ഷത വഹിച്ചിരുന്നത് എൻ വാസു എന്ന് പറയുന്ന കഴിവുള്ളവനുമായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. കഴിവില്ലാത്തവനും ഇതൊന്നും കാണാത്തവനും കേൾക്കാത്തവനുമല്ല. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ അധികം വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ച് ഉണ്ണികൃഷ്ണൻ പറ്റി ഇയാൾക്ക് മെയിൽ അയച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മെയിൽ അയക്കാൻ അവിടുത്തെ കീഴ്ശാന്തിക്കാരനായിട്ടുള്ള മേൽശാന്തി പോലും അല്ലാത്ത അയാൾക്ക് എന്ത് അവകാശമാണ്? ഇയാൾ എന്തിനാണ് ഇത് എൻ്റർടൈൻ ചെയ്യുന്നത്? അപ്പം തന്നെ പോലീസിനെ വിട്ട് പിടിപ്പിക്കണ്ടേ? സ്വർണ്ണ ഇടപാടുകൾ നടക്കുമെന്ന് പറഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? എന്നിട്ട് ഇയാൾ എന്താ ചെയ്തത്? ഈ മെയിലിന് മറുപടി കൊടുക്കും. നമ്മളൊരു മെയിൽ അയച്ചാൽ മറുപടി പറയത്തില്ല, ഈ മനുഷ്യൻ മറുപടി അയച്ചിരിക്കുക. ഇത് വേണ്ട വിധം എന്താണ്, തിരുവാഭരണ കമ്മീഷണറുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഒക്കെ അനുവാദം വാങ്ങിച്ച് ചെയ്തു. പെണ്ണിൻ്റെ, അതായത് ശബരിമലയിലെ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം അങ്ങ് നടത്തി കൊടുക്കാൻ. എന്തൊരു ഭയങ്കരമായ തീവട്ടി കൊള്ളയാണ് അപ്പോൾ അവിടെ നടക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തമാണ്, ശബരിമല സ്വാമിയുടെ സ്വർണ്ണമല്ല അത്. അയ്യപ്പൻ്റെ സ്വർണ്ണമല്ല, പോറ്റിയുടെ സ്വർണ്ണമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇതിൻ്റെ അളവുകളെക്കുറിച്ചുള്ള എന്തെങ്കിലും രേഖകളുണ്ടോ? ഇതെടുത്തുകൊണ്ട് പോകുമ്പോൾ എത്ര ഗ്രാമെന്ന് നോക്കിയിട്ടുണ്ടോ? ഇയാളുടെ കയ്യിലും കൊടുത്തു വിട്ടിരിക്കുക. ഇയാൾ പാണ്ഡ്യ രാമേശ്വരം മുഴുവൻ ഇത് കൊണ്ടുപോകണമെന്ന് പ്രദർശിപ്പിച്ച് അവിടുന്ന് ആൾക്കാരിൽ ശബരിമലയുടെ വാതിൽപ്പാളികളാ തൊഴുതു, എനിക്കുള്ള ദക്ഷിണേക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് പണം ഉണ്ടാക്കി അയാൾ സ്വന്തമായിട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ നടക്കും ഇങ്ങനെ തോന്നിയവാസം നടത്താൻ വേണ്ടിയിട്ട്. കീഴ്ശാന്തിയാണെന്നും പറഞ്ഞ് വിഗ്രഹം സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ അവിടെ കമ്മിറ്റിയില്ലേ, കമ്മിറ്റിക്കാരല്ലേ തീരുമാനിക്കുന്നത്? ക്ഷേത്രോപദേശക സമിതിയില്ലേ, അവരല്ലേ തീരുമാനിക്കുന്നത്? അതറിയാതെ പോറ്റിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അത് മോഷണമാണ്, മോഷണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് മോഷണമാണ്. ആ മോഷണത്തിന് അധ്യക്ഷത വഹിച്ച എൻ വാസുവാണ് പറയുന്നത് ആ സ്വർണം അദ്ദേഹത്തിൻ്റെ വകയാണ്. നാളെ ഇനി അദ്ദേഹം പറയും ഈ വിഗ്രഹവും അദ്ദേഹത്തിന്റെ പോലെ, ശബരിമലയും അദ്ദേഹം. ഇത്രത്തോളം സംഭവങ്ങൾ നടന്നിട്ട് നമ്മുടെ സർക്കാർ മൗനത്തിലാണ്. ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഇതിനെല്ലാം മൗനാനുവാദം കൊടുത്തിരിക്കുന്ന സർക്കാരാണ്. സർക്കാർ ഇപ്പോൾ ഡിഫൻസീവിലാണ്. എന്തെങ്കിലും മറുപടി തൃപ്തികരമായിട്ട് പറയാൻ കഴിയും. ഇതിൻ്റെ രേഖ എവിടെ? മാനുവൽ പ്രകാരം പ്രവർത്തിക്കാതെന്ത്? അവിടുന്ന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ബെഞ്ച് അറിയണം. അതറിയാതെ കൊണ്ടുപോയതെന്തിന്? ചെന്നൈയിൽ തന്നെ കൊണ്ടുപോയതെന്തിന്? നേരത്തെ ഉള്ളൊരു മഹാൻ പറയുന്നത് കേട്ടു, തന്ത്രി കണ്ഠര രാജീവര് അയാൾ പറയുന്നു, ഇത് ഞാൻ അറിഞ്ഞു, ഞാൻ വിചാരിച്ചത് അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് ഇത് ചെയ്ത പൂശാൻ വേണ്ടിയാണെന്ന്. ചെന്നൈ കൊണ്ടുപോകുന്ന കാര്യം അങ്ങേര് പോലും അറിഞ്ഞിട്ടില്ല. തന്ത്രിയുടെ അനുവാദത്തോടു കൂടി പോയെന്നും പറഞ്ഞാണ് ദേവസ്വം പ്രസിഡന്റുമാരും ഭാരവാഹികളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു തസ്കര വിദ്യയാണ്, ചോരണമാണ് നടത്തിയിരിക്കുന്നത്. സംശയമൊന്നുമില്ല. വിശ്വാസമില്ലാത്തവർക്ക് അതിനൊന്നും ഒരു മടിയുണ്ടാവില്ല. വിശ്വാസമില്ലാത്തതിൻ്റെ, അതായത് വിശ്വാസികളല്ലാത്തവർ ക്ഷേത്രം ഭരിക്കുന്നതിൻ്റെയും ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ വിശ്വാസികൾ തട്ടിപ്പ് നടത്തും, അതുകൊണ്ട് സംരക്ഷണം നൽകാനാണ് ദേവസ്വം ബോർഡ്. അതാണല്ലോ സർക്കാരിന്റെ നയം. അതെ, വിശ്വാസികൾ തട്ടിപ്പ് നടത്തും അതുകൊണ്ടാണ് എന്നവർ പറയുന്നു. വിശ്വാസമാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മുഴുവൻ പേരെയും നിരീശ്വരവാദികളെയും നാസ്തികന്മാരെയും വെക്കുക. നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികൾ, അവരെ എവിടെ വെച്ചോളൂ, അവരെ എവിടെ വെച്ച് അങ്ങ് വാഴിച്ചോളൂ, അങ്ങനെ മതിയല്ലോ. പക്ഷേ നിങ്ങൾ അവിശ്വാസികളിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതെന്തിൻ്റെ മറവിലാണ് ഈ കൊള്ള നടന്നത്? സ്ത്രീകളെ അവിടെ പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് തീവട്ടിക്കൊള്ള. ഒരു വശത്തുകൂടി അവിടുത്തെ സ്വർണം, ഒരു വശത്തുകൂടി പെണ്ണിനെ അവിടുത്തെ കയറ്റുന്നു, മറുവശത്തുകൂടി പൊന്നിനെ അവിടെ നിന്ന് കടത്തുന്നു. കൊള്ളാം അല്ലേ? പെണ്ണിനെ അങ്ങോട്ട് കടത്തുന്നു, പൊന്നിനെ പുറത്തേക്കും കടത്തുന്നു. അതാണ് അന്ന് ചെയ്തത്. അല്ലെങ്കിൽ അല്ലെന്ന് സ്ഥാപിക്കുന്നത് ഓണസ് ഓഫ് പ്രൂവിങ് innocence is on the Devasam board and the
ഗവൺമെൻറ് വിച്ച് വാസ് റൂളിംഗ് ദ സ്റ്റേറ്റ് ദെൻ. കാരണം ദേവസ്വം ബോർഡിൻ്റെ നോമിനികളാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായിട്ട് ശബരിമല വാഴുന്നത്. അയ്യപ്പന് ഒരു സ്ഥാനവുമില്ലാത്ത ഒരു ക്രമീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പോറ്റിമാരും കീഴ്ശാന്തിമാരും ഒക്കെ ബ്രോക്കർമാരെ പോലെ, പവർ ബ്രോക്കർമാരെ പോലെ, ദലാളന്മാരെ പോലെ, ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ച് മതിച്ച് പുളച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിരീശ്വരവാദത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ, വിശ്വാസമില്ലായ്മയുടെ ഒരു കാലഘട്ടമാണ് CPM-ൻ്റെ സൃഷ്ടി. അവരുടെ പാർട്ടിയുടെ ദേവസ്വം മന്ത്രിയായിരുന്ന G. സുധാകരൻ തന്നെയാണ് പറഞ്ഞത് എല്ലാത്തിലും നമ്പർ 1. അങ്ങനെ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കടത്തിലും നമ്പർ 1 ആയിരിക്കുകയാണ് കേരളം. ഇത് നമ്മളാരും പറയുന്നില്ല. അത് കേൾക്കൂ, നിങ്ങൾ ആത്മപരിശോധന നടത്തൂ.